സജാദ ഇതെന്താണ് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത്? വിഷമം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് മൂലമറ്റത്താണ്, ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഞാനിവിടെ സംഭവം കണ്ടിട്ടുണ്ട്. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പെരുന്തേന്, നമ്മുടെ നാട്ടിലൊക്കെ കാട്ടുതേൻ എന്ന് പറയും. ഒരു മരത്തിൻ്റെ മുകളിൽ വലിയൊരു തേൻ, അഥവാ അത്യാവശ്യം ഒരു ആനയുടെ ചെവിനേക്കാൾ വലിയൊരു തേനാണ്. പക്ഷെ അതെങ്ങനെ എടുക്കുന്ന ഒരു ഐഡിയ കിട്ടില്ല, ഒരുപാട് മുകളിലാണ്. അത് കാണണം, അത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത്യാവശ്യം തേനിനെ പറ്റിയൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ ഇടുക്കിക്കാരനായതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വേണ്ടി വരും. ഞാൻ എന്തായാലും എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാനതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ആദ്യം 1.5 മുതലാണ്. അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂലമറ്റത്താട്ടോ. അതേ അവിടെ നമ്മുടെ സ്വന്തം മനുച്ചേട്ടൻ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ മനുച്ചേട്ടൻ്റെ തൊടിയിലേറെ മനുച്ചേട്ടൻ സ്ഥലത്ത് കുറച്ച് തേനുണ്ട്. ആ തേൻ ഇങ്ങനെ കണ്ടിട്ട് ആകെ കിളി പോയിരിക്കട്ടോ. സൂര്യൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണുമെന്നുള്ള എനിക്കറിയില്ല. എന്തായാലും ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നോക്കി, വലിയൊരു സംഭവം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ എത്ര വലിപ്പം ഉണ്ടാവും. മിക്കവാറും ഒരു 5-10 ലിറ്റർ തേനെങ്കിലും അതിൽ നിന്ന് കിട്ടണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ അതെങ്ങനെ കയറും നോക്കി. ഈ ഒരു ചെറിയൊരു മരമാണ്. ഈ മരത്തുമ്പോൾ കൂടെ കയറിയിട്ട് വേണം ആ സംഭവം എടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര അത്യാവശ്യം ടാസ്ക് സംഭവമാണ്. അതെങ്ങനെ വർക്കൗട്ടാക്കും എന്നുള്ളതപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ടോ, അത്യാവശ്യം ഒരു മൂളൽ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, കുറച്ചേ കേൾക്കണുള്ളൂ. പക്ഷെ ആ സാധനം എങ്ങനെ കിട്ടും അതാണിപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹലോ ചേട്ടാ, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇതെങ്ങനെ എടുക്കാൻ എന്താ പ്ലാൻ ഉണ്ടോ? ഇതിന് നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. ഫസ്റ്റ് ഫുള്ള് കവർ ചെയ്ത് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് നല്ല സെറ്റ് ആക്കി. അല്ലാതെ നമ്മൾ സാധാ വളർത്തിച്ചനെ പോലെ കുത്തി കഴിഞ്ഞാൽ 1.5 കുത്തി പൊടിയാക്കും. ആണല്ലേ, പണി കിട്ടും. പൊടിയാക്കും, പച്ച മലയാളത്തിൽ പറഞ്ഞ കുത്തി പൊടിയാക്കും. പടം ഒരു സൈസ് പടാക്കി വെക്കിടും. ഇപ്പൊ നമുക്ക് എന്തൊക്കെ കൊണ്ട് കവറോൾ വേണം, പിന്നെ കവറോള്, ഹെൽമെറ്റുകള്, ഗ്ലൗസ് എല്ലാം ഫുൾ സെറ്റപ്പ് വേണം. അപ്പൊ ഒരു കുത്ത് പോലും നമുക്ക് കിട്ടരുത്. ഒരു കുത്ത് പോലും നമുക്ക് കിട്ടരുത്. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പ്രത്യേകിച്ച് കഴുത്തിന്റെ മുകളിലേക്ക് കുത്ത് കിട്ടിയാൽ നമുക്ക് പണി കിട്ടും. പക്ഷെ അതിനെല്ലാം ഫുൾ സെറ്റപ്പിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പിൽ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കി, ഞാൻ വീണ്ടും കാണിച്ചു തരാതെ. മനുവേട്ടൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം തേനുമായി മല്ലിക്കെട്ടുന്ന ആളാട്ടോ. വർഷങ്ങൾ തേൻ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ ബാക്കി കാര്യങ്ങൾ എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ആയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ട് എനിക്ക്. ആയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ എടുത്താൽ തേൻ കുറവായിരിക്കും. ഒരു 10-15 ദിവസം കൂടെ കഴിഞ്ഞ് 10 ദിവസം വരും അല്ലേ? 10 ദിവസം തേൻ വന്ന് കയറാൻ തുടങ്ങി. നല്ലപോലെ തേൻ വന്ന്. അതിൻ്റെ സമയം പീക്ക് ടൈം ഒരു ഫെബ്രുവരി 15-20 ആ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേന് സെറ്റ് ആവുള്ളൂ അല്ലേ? അപ്പോൾ എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ സംഭവം ഇവിടെ വിഡ്രോ ചെയ്ത് പോകണം. പക്ഷെ നമ്മൾ വരും അല്ലേ? വരില്ല അച്ഛനെ? തീർച്ചയായിട്ടും നമ്മൾ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് മല കയറിയത് ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് കണ്ടെത്താൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും വീഡിയോ എനിക്ക് എടുക്കണം, കാരണം അത്രയും സെറ്റപ്പ്. നോക്കി, ഇത്രയും വലിയൊരു സാധനം നമ്മൾ എടുക്കാതെ പോയി കഴിഞ്ഞാലേ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അത്. അപ്പോഴേ നിർഭാഗ്യവശാൽ മനുച്ചേട്ടൻ എന്ന് പറഞ്ഞ തേനിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ച് അറിയുന്ന ആളാണ്. പുള്ളി അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരാഴ്ച, ഒരു 10 ദിവസം കൂടി ആവും ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരുപാട് മക്കളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ആ വിഷ്വൽസും തേനും ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തൽക്കാലം ഇന്ന് ഇവിടുന്ന് പോവാണ്. ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ട്, അഥവാ ഈ മാസം അവസാനം ഒരു ഫെബ്രുവരി ഒരു 20 സംതിങ്ങിൻ്റെ ഒക്കെ ശേഷം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ വന്നിട്ട് ഇതൊരു 6 വീഡിയോ നമ്മൾ ചെയ്തിരിക്കും. കാരണം എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു സംഭവമാണ് തേനിൻ്റെ വീഡിയോ. അപ്പോൾ അതെന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നോളി, ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. ഓക്കെ, ആരും ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാണാതിരിക്കരുത് കേട്ടോ. സേവ് ചെയ്ത് വെച്ചോ, നമ്മളൊന്ന് ഫോളോവും കൂടി ചെയ്ത് വെച്ചോ. ഒരു 6 വീഡിയോ ഒരു 10 ദിവസം കഴിഞ്ഞാൽ വരും. അപ്പോൾ ഇന്ന് തൽക്കാലം ഞങ്ങൾ ഈ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങാണ്ട്. ഇത് മലയല്ല കേട്ടോ, മനുച്ചേട്ടൻ്റെ സ്വന്തം സ്ഥലമാണ്. മലയെന്ന് പറഞ്ഞാണ്ട് ഇനി കുറവാക്കില്ല, മനുച്ചേട്ടൻ്റെ സ്ഥലമാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് തൽക്കാലം ഇന്ന് പോവാണ്. അപ്പോൾ കാണിക്കാൻ പറ്റാത്തതിൽ സോറി. ഓക്കെ, ബൈ.